നമ്മൾ ഒരാളെ കാണുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രവൃത്തി ശ്രദ്ധിക്കുമ്പോഴോ എത്ര പെട്ടെന്നാണ് മനസ്സിലൊരു അഭിപ്രായം വരുന്നത്, അല്ലേ? ശരിയാണ്. ഇപ്പോ തിരക്കുള്ള റോഡില് ഭയങ്കര സ്പീഡിൽ ഒരു കാറ് പോകുന്നത് കണ്ടാൽ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കും, എന്തൊരു അഹങ്കാരി എന്ന്. അല്ലെങ്കിൽ എന്തോ എമർജൻസി ആയിരിക്കും എന്നും ചിന്തിക്കാം. അതെ. എന്തുകൊണ്ടാണ് ചിലരോട് നമുക്ക് പെട്ടെന്നൊരു മതിപ്പ് തോന്നുന്നത്, ചിലരോട് ഒരു അകൽച്ചയും? അത് നമ്മൾ എങ്ങനെ കാരണം കണ്ടെത്തുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വിശദമായ ചർച്ച ഈ വിഷയത്തെക്കുറിച്ചാണ്. സോഷ്യൽ കോഗ്നിഷൻ, അതായത് സാമൂഹിക ചിന്തനത്തിലെ ഒരു പ്രധാന ഭാഗം. ആട്രിബ്യൂഷൻ തിയറി. അതെ, ആട്രിബ്യൂഷൻ സിദ്ധാന്തം. നമ്മളും മറ്റുള്ളവരും ചെയ്യുന്ന കാര്യങ്ങൾക്ക് നമ്മൾ എങ്ങനെയാണ് കാരണങ്ങൾ കണ്ടെത്തുന്നത് അല്ലെങ്കിൽ വിശദീകരണങ്ങൾ കൊടുക്കുന്നത്? ഈ ഒരു പ്രോസസ്സാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെയും മറ്റുള്ളവരുടെയും പെരുമാറ്റത്തെ മനസ്സിലാക്കാനുള്ളൊരു ശ്രമം. ഇതിനുവേണ്ടി നമ്മൾ നോക്കുന്നത് സോഷ്യൽ സൈക്കോളജിയിലെ ചില പ്രധാന പഠനങ്ങൾ, പിന്നെ ഗവേഷണ റിപ്പോർട്ടുകൾ, നിങ്ങളുടെ കയ്യിലുള്ള മറ്റ് വിവരങ്ങളൊക്കെയാണ്. അതെ. നമ്മുടെ ലക്ഷ്യം ഇതാണ്. എന്താണ് ഈ ആട്രിബ്യൂഷൻ തിയറി? പലതരം വിവരങ്ങൾ വെച്ച് നമ്മൾ ഒരാളെക്കുറിച്ചോ ഒരു സാഹചര്യത്തെക്കുറിച്ചോ എങ്ങനെ നിഗമനങ്ങളിൽ എത്തുന്നു? ഇതിൽ പറ്റുന്ന തെറ്റുകൾ, സാധാരണ സംഭവിക്കുന്ന പിഴവുകൾ. അതെ, അതും മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ശരി. നമ്മൾ ഒരാളുടെ പെരുമാറ്റം കാണുമ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് അറിയാൻ ഒരു താല്പര്യം സ്വാഭാവികമാണല്ലോ. തീർച്ചയായും. നമ്മൾ എപ്പോഴും കാരണം അന്വേഷിച്ചുകൊണ്ടിരിക്കും. ഇതിനെക്കുറിച്ച് ആദ്യം പഠിച്ച ഫ്രിറ്റ്സ് ഹൈഡർ, അദ്ദേഹം പറഞ്ഞത് നമ്മൾ കാരണങ്ങളെ രണ്ടായിട്ടാണ് കാണുന്നതെന്നാണ്. പ്രധാനമായിട്ടും രണ്ടായിട്ട്. ഒന്ന്, ആന്തരികമായ കാരണങ്ങൾ, അതായത് ആ വ്യക്തിയുടെ ഉള്ളിൽ നിന്നുള്ളത്, സ്വഭാവം, കഴിവ്, ആറ്റിറ്റ്യൂഡ്, അങ്ങനത്തെ കാര്യങ്ങൾ. ഡിസ്പൊസിഷണൽ എന്ന് പറയും. അതെ. രണ്ട്, ബാഹ്യമായ കാരണങ്ങൾ. അത് പുറത്തുള്ളതാണ്. സാഹചര്യം, പ്രഷർ, മറ്റുള്ളവരുടെ സ്വാധീനം, ഭാഗ്യം, അങ്ങനെ പലതും. സിറ്റുവേഷണൽ. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾ ഒരു ഇന്റർവ്യൂവിന് വരുന്നു. ഗൗരവമുള്ള ഒരു ജോലിയാണ്, പക്ഷേ അയാൾ ഭയങ്കര കാഷ്വലായിട്ടാണ് പെരുമാറുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് കരുതും? ജോൺസ് ഗെർഗൻ ഡേവിസ് അവരുടെ ഒരു പഠനം പറയുന്നത് ആ പെരുമാറ്റം ആ സാഹചര്യത്തിന് ചേരാത്തതുകൊണ്ട് അത് അയാളുടെ ശരിക്കുള്ള സ്വഭാവമാണെന്ന് നമ്മൾ ഉറപ്പിക്കാൻ സാധ്യതയുണ്ട് എന്നാണ്. കാരണം പുറത്തുനിന്നൊരു പ്രഷർ ഇല്ലാതെ ഒരാളങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഉള്ളിൽ നിന്ന് വരുന്നതാവും എന്ന് നമ്മൾ ഊഹിക്കും. അതെ. ഈ വേർതിരിവ്, ഇന്റേണൽ എക്സ്റ്റേണൽ, ഇത് വളരെ പ്രധാനമാണ്. കാരണം നമ്മൾ എന്ത് കാരണം കൊടുക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മുടെ റിയാക്ഷൻ. ശരിയാണ്. കുറച്ചുകൂടി ഒരു സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ എങ്ങനെ കാരണം കണ്ടുപിടിക്കുന്നുവെന്ന് ഹാരോൾഡ് കെല്ലി വിശദീകരിച്ചിട്ടുണ്ട്. കോവേരിയേഷൻ പ്രിൻസിപ്പിൾ. കോവേരിയേഷൻ പ്രിൻസിപ്പിൾ അതെന്താണ്? അതായത് ഒരു പ്രത്യേക പെരുമാറ്റം നടക്കുമ്പോൾ സ്ഥിരമായി അതിന്റെ കൂടെ കാണുന്നൊരു ഘടകം, ആ പെരുമാറ്റമില്ലാത്തപ്പോൾ ആ ഘടകം കാണുന്നുമില്ലെങ്കിൽ ആ ഘടകമാണ് കാരണം എന്ന് നമ്മൾ അനുമാനിക്കും, കുറച്ചുകൂടി ലോജിക്കലായിട്ട്. ഇത് മനസ്സിലാക്കാൻ കെല്ലി 3 കാര്യങ്ങൾ നോക്കണം എന്ന് പറഞ്ഞു: കൺസെൻസസ്, ഡിസ്റ്റിങ്റ്റീവ്നെസ്, കൺസിസ്റ്റൻസി. അതെന്തൊക്കെയാണ്? കൺസെൻസസ് എന്ന് വെച്ചാൽ ഈ സാഹചര്യത്തിൽ മറ്റുള്ളവരും ഇതുപോലെ തന്നെയാണോ പെരുമാറുന്നത്? ഒരുപാട് പേർ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ കാരണം ഒരുപക്ഷേ ബാഹ്യമാകാം, സിറ്റുവേഷണൽ. ഓക്കെ. ഡിസ്റ്റിങ്റ്റീവ്നെസ്, ഈ വ്യക്തി ഈ ഒരു സിറ്റുവേഷനിൽ മാത്രമാണോ ഇങ്ങനെ പെരുമാറുന്നത്, അതോ എല്ലായിടത്തും ഇങ്ങനെ തന്നെയാണോ? ഈ സിറ്റുവേഷനിൽ മാത്രമാണെങ്കിൽ അതും ഒരു എക്സ്റ്റേണൽ കാരണത്തിലേക്ക് വിരൽച്ചുണ്ടാം. മൂന്നാമത്തത് കൺസിസ്റ്റൻസി, ഈ വ്യക്തി ഈ സാഹചര്യത്തിൽ എപ്പോഴും ഇങ്ങനെ തന്നെയാണോ? എപ്പോഴും ഇങ്ങനെയാണെങ്കിൽ ഒരു സ്ഥിരമായ കാരണമുണ്ട്, അത് ഇന്റേണലോ എക്സ്റ്റേണലോ ആകാം. ഇത് വെച്ച് എങ്ങനെയാണ് നമ്മൾ കാരണം കണ്ടെത്തുന്നത്? ഒരു ഉദാഹരണം പറയാമോ? പറയാം. ഇപ്പോ നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ ഒരു പ്രത്യേക സിനിമയെക്കുറിച്ച് എപ്പോഴും നല്ല അഭിപ്രായം പറയുന്നു. ഓക്കെ. പക്ഷേ വേറെ ആരും ആ സിനിമയെക്കുറിച്ച് നല്ലത് പറയുന്നില്ല, ലോ കൺസെൻസസ്. നിങ്ങളുടെ സുഹൃത്ത് മിക്കവാറും എല്ലാ സിനിമയെയും പുകഴ്ത്താറുണ്ട്, ലോ ഡിസ്റ്റിങ്റ്റീവ്നെസ്. അയാളെ എപ്പോ കണ്ടാലും ആ സിനിമയെ പുകഴ്ത്തും, ഹൈ കൺസിസ്റ്റൻസി. അങ്ങനെയെങ്കിൽ നമ്മൾ എന്ത് കരുതും? കാരണം അയാളുടെ ഒരു സിനിമാസ്വാദന രീതിയാണ് ഇന്റേണൽ. ശരിയാണ്. നേരെ മറിച്ച് എല്ലാവരും ആ സിനിമയെ പുകഴ്ത്തുന്നു, ഹൈ കൺസെൻസസ്. നിങ്ങളുടെ സുഹൃത്ത് സാധാരണ മറ്റ് സിനിമകളെ അത്ര ഇഷ്ടപ്പെടാറില്ല, ഹൈ ഡിസ്റ്റിങ്റ്റീവ്നെസ്. അയാൾ എപ്പോഴും ഈ സിനിമയെ പുകഴ്ത്തും. അപ്പോ കാരണം സിനിമയുടെ ഗുണമാണ്, എക്സ്റ്റേണൽ. ഇങ്ങനെ കുറച്ചുകൂടി യുക്തിപരമായി
കാരണം കണ്ടെത്താനുള്ളൊരു ശ്രമം. ഓഹോ, നമ്മൾ അറിയാതെ തന്നെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടല്ലേ? പക്ഷേ ഈ ലോജിക്കൽ അനാലിസിസ് എപ്പോഴും നടക്കാറുണ്ടോ? അവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആവുന്നത്. ആ, കാരണം നമ്മൾ ഈ കാരണം കണ്ടുപിടിക്കുമ്പോൾ സ്ഥിരമായി ചില തെറ്റുകൾ വരുത്താറുണ്ട്, ബയസുകൾ. അതെ, അതാണ് എനിക്ക് ചോദിക്കാനുണ്ടായിരുന്നത്. എന്തൊക്കെയാണ് ആ പിഴവുകള്? ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഫണ്ടമെന്റൽ ആട്രിബ്യൂഷൻ എറർ, FAE എന്ന് പറയും. അടിസ്ഥാനപരമായ ആട്രിബ്യൂഷൻ പിഴവ്. അതെ, അതെന്താണ്? മറ്റൊരാളുടെ പെരുമാറ്റത്തിന് കാരണം പറയുമ്പോൾ നമ്മൾ സാഹചര്യങ്ങളെ അങ്ങ് മറക്കും, അല്ലെങ്കിൽ അതിന് വലിയ പ്രാധാന്യം കൊടുക്കില്ല. ഉം, എന്നിട്ട് ആ വ്യക്തിയുടെ സ്വഭാവം, അയാളുടെ ഡിസ്പൊസിഷൻ, അതാണ് കാരണം എന്നുറപ്പിക്കും. നമ്മൾ ആദ്യം പറഞ്ഞ ഉദാഹരണം പോലെ വണ്ടി ഓടിച്ചത്. അതെ, അയാൾക്ക് ചിലപ്പോൾ ആശുപത്രിയിൽ പോകേണ്ട അത്യാവശ്യമായിരിക്കാം സിറ്റുവേഷൻ. പക്ഷെ നമ്മൾ പെട്ടെന്ന് പറയും അയാൾ അശ്രദ്ധനാണ്, അഹങ്കാരിയാണ്, ഡിസ്പൊസിഷൻ. ശരിയാണ്. ഈ ഒരു ചാട്ടം, അതാണ് FAE. ഇതൊരുപാട് തെറ്റിദ്ധാരണകൾക്ക് ഇടവരുത്തും. ഇതിനോട് ബന്ധപ്പെട്ട് മറ്റൊന്നില്ലേ, ആക്ടർ ഒബ്സർവർ ബയാസ്? ആ, അതുണ്ട്. അതും രസകരമാണ്. അതെങ്ങനെയാണ്? ഒരേ പെരുമാറ്റം തന്നെ, പക്ഷേ അത് നമ്മളാണ് ചെയ്യുന്നതെങ്കിൽ ആക്ടർ, നമ്മൾ കാരണം പറയുന്നത് വേറെയായിരിക്കും. നമ്മൾ മറ്റൊരാൾ ചെയ്യുന്നത് കാണുകയാണെങ്കിൽ ഒബ്സർവർ, അപ്പോൾ കാരണം പറയുന്നത് വേറെയായിരിക്കും. ഓ, നമ്മുടെ സ്വന്തം തെറ്റുകൾക്ക് നമ്മൾ പറയും അത് സാഹചര്യം കൊണ്ടാണ്, ഞാൻ ലേറ്റായത് ട്രാഫിക് ബ്ലോക്ക് കൊണ്ടാണ്. അതെ. പക്ഷെ മറ്റൊരാൾ ലേറ്റായാൽ നമ്മൾ പറയും അവനെപ്പോഴും ലേറ്റാണ്, ഒരു കൃത്യനിഷ്ഠയുമില്ല, അവന്റെ സ്വഭാവമാണ് പ്രശ്നം. ഹാ, ശരിയാണ്. നമ്മളോട് കുറച്ചുകൂടി സോഫ്റ്റ് ആണല്ലേ? അതെ. എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം വരുന്നത്? എന്തുകൊണ്ടാണ്? ഒന്ന്, ഇൻഫർമേഷൻ ഡിഫറൻസ്. നമുക്ക് നമ്മുടെ സാഹചര്യത്തെക്കുറിച്ച് നന്നായിട്ടറിയാം, അന്നത്തെ മൂഡ്, പ്രഷറൊക്കെ. മറ്റൊരാളുടെ കാര്യം അത്ര അറിയില്ല. ശരിയാണ്. രണ്ട്, നമ്മുടെ ശ്രദ്ധ എവിടെയാണ് എന്നത്. നമ്മൾ മറ്റൊരാളെ നോക്കുമ്പോൾ നമ്മുടെ ഫോക്കസ് ആ വ്യക്തിയിലാണ്, അയാളുടെ ചുറ്റുപാടിലല്ല. ഓക്കെ. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ശ്രദ്ധ പുറത്തുള്ള കാര്യങ്ങളിലാണ്, നമ്മുടെ ചുറ്റുപാടിലാണ്. ഈ പേഴ്സ്പെക്റ്റീവ് ഡിഫറൻസ് നമ്മുടെ വിശദീകരണത്തെ മാറ്റും. അപ്പൊ ഈ ഒരു നമ്മളെ ന്യായീകരിക്കുന്ന സ്വഭാവം, അത് നമ്മുടെ വിജയപരാജയങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും കാണുമോ? തീർച്ചയായും. അവിടെയാണ് സെൽഫ് സെർവിംഗ് ബയാസ് വരുന്നത്. സെൽഫ് സെർവിംഗ് ബയാസ്, പേരുപോലെ തന്നെ. അതെ, നമ്മളെ തന്നെ സെർവ് ചെയ്യുന്നത്, നമ്മുടെ സെൽഫ് എസ്റ്റീം, ആത്മാഭിമാനം, അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ചിന്താരീതിയാണിത്. അതെങ്ങനെ? സാധാരണഗതിയിൽ നമ്മൾ ജയിച്ചാൽ അതിന്റെ കാരണം നമ്മൾ തന്നെയാണെന്ന് പറയും. എന്റെ കഴിവ്, എന്റെ ഹാർഡ് വർക്ക്, ഇന്റേണൽ ഫാക്ടേഴ്സ്. തോറ്റാലോ? കാരണം പുറത്തുള്ള എന്തെങ്കിലുമായിരിക്കും. ഭാഗ്യമില്ലായിരുന്നു, ചോദ്യം പാടായിരുന്നു, ടീച്ചർക്ക് എന്നോട് ദേഷ്യമാണ്. എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഹഹ, ഇത് നമ്മളെല്ലാവരും ചെയ്യാറുള്ളതാണല്ലോ. അതെ, ഇത് കൂടുതൽ മനസ്സിലാക്കാൻ ബെർണാഡ് വെയ്നറുടെ മോഡൽ ഹെൽപ്പ് ചെയ്യും. അദ്ദേഹം പറയുന്നത് ഈ വിജയപരാജയങ്ങളുടെ കാരണങ്ങളെ നമ്മൾ 3 രീതിയിൽ അളക്കുന്നുണ്ടെന്നാണ്. 3 രീതിയിലോ? അതെ. ഒന്ന്, ലോക്കസ്, കാരണം ഉള്ളിലാണോ ഇന്റേണൽ, പുറത്താണോ എക്സ്റ്റേണൽ. ഓക്കെ. 2, സ്റ്റെബിലിറ്റി, കാരണം സ്ഥിരമാണോ സ്റ്റേബിൾ, അതോ താൽക്കാലികമാണോ അൺസ്റ്റേബിൾ. കഴിവ് സ്ഥിരമാണ്, ഭാഗ്യം, പരിശ്രമമൊക്കെ താൽക്കാലികമായി മാറാം. ശരി. 3, കൺട്രോളബിലിറ്റി, ആ കാരണം നമ്മുടെ കൺട്രോളിലാണോ കൺട്രോളബിൾ, അല്ലയോ അൺകൺട്രോളബിൾ. പരിശ്രമം നമ്മുടെ കൺട്രോളിലാണ്, കഴിവ്, ഭാഗ്യം, ടാസ്കിന്റെ ബുദ്ധിമുട്ട്, അതൊന്നും നമ്മുടെ കൺട്രോളിലല്ല. ഈ 3 കാര്യങ്ങൾ വെച്ചാണോ നമ്മൾ കാരണം തീരുമാനിക്കുന്നത്? അതെ, ഈ വിലയിരുത്തൽ നമ്മുടെ ഫീലിംഗ്സിനെയും ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളെയും നമ്മുടെ മോട്ടിവേഷനെയും ഒക്കെ സ്വാധീനിക്കും. ഉദാഹരണത്തിന്, ഇപ്പോ ജയിച്ചത് എന്റെ കഴിവ്, ഇന്റേണൽ സ്റ്റേബിൾ കൊണ്ടാണെന്ന് വിശ്വസിച്ചാൽ കോൺഫിഡൻസ് കൂടും. ശരിയാണ്. തോറ്റത് പരിശ്രമക്കുറവ്, ഇന്റേണൽ അൺസ്റ്റേബിൾ, കൺട്രോളബിൾ കൊണ്ടാണെന്ന് വിചാരിച്ചാലോ? അടുത്ത തവണ കൂടുതൽ ശ്രമിക്കാനൊരു തോന്നലുണ്ടാകും. ഓക്കെ, അപ്പോ ഈ സെൽഫ് സെർവിംഗ് ബയാസ് ഒരു തരത്തിൽ നല്ലതാണല്ലേ? കോൺഫിഡൻസ് ഒക്കെ നിലനിർത്താൻ സഹായിക്കുമല്ലോ. ഒരു പരിധിവരെ അതെ. ചെറിയൊരളവില് ഇത് മെന്റൽ ഹെൽത്തിന് നല്ലതാണ്, ശുഭാപ്തി വിശ്വാസം തരും. പക്ഷേ ഇത് കൂടിപ്പോരാൽ യാഥാർത്ഥ്യത്തിൽ നിന്ന് അകലും, സ്വന്തം തെറ്റുകളിൽ നിന്ന് പഠിക്കില്ല, മറ്റുള്ളവരുമായി പ്രശ്നങ്ങളുണ്ടാകാം. ശരിയാണ്, എല്ലാത്തിനും പുറത്തുള്ളവരെ പഴിക്കുന്നത് ശരിയല്ല. അതെ. ഈ കാരണങ്ങൾ കണ്ടുപിടിക്കുന്നത് പോലെ തന്നെ നമ്മളൊരാളെക്കുറിച്ചൊരു അഭിപ്രായം ഉണ്ടാക്കുന്ന രീതിയും അതും രസകരമാണെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഫസ്റ്റ് ഇംപ്രഷൻ, ആദ്യ ധാരണകൾ, അതിന് ഭയങ്കര പവറാണ്. അത് പിന്നീട് മാറ്റാൻ പാടാണെന്ന് പറയാറില്ലേ? അതെ, അതിന് പ്രൈമസി ഇഫക്റ്റ് എന്ന് പറയും. നമുക്ക് കിട്ടുന്ന വിവരങ്ങളുടെ ഓർഡർ,
അത് നമ്മുടെ അഭിപ്രായത്തെ സ്വാധീനിക്കും. ആദ്യം കിട്ടുന്ന ഇൻഫർമേഷന് കൂടുതൽ വെയിറ്റ് കിട്ടും. ഓഹോ. ലുച്ചിൻസ് എന്ന് പറയുന്ന ഒരാൾ ഒരു പരീക്ഷണം നടത്തിയിരുന്നു ജിം എന്നൊരു കുട്ടിയെക്കുറിച്ച്. ആ. 2 തരം വിവരണം കൊടുത്തു. ഒന്നില് ജിം ഭയങ്കര സോഷ്യലാണ്, എക്സ്ട്രോവേർട്ട്. മറ്റേതില് ഇൻട്രോവേർട്ട്, ഒതുങ്ങിക്കൂടുന്ന ടൈപ്പ്. ഓക്കെ. ഒരു ഗ്രൂപ്പിന് ആദ്യം എക്സ്ട്രോവേർട്ട് വിവരണം കൊടുത്തു, പിന്നെ ഇൻട്രോവേർട്ട്. മറ്റേ ഗ്രൂപ്പിന് നേരെ തിരിച്ചും. എന്നിട്ടോ? അവസാനം ജിമ്മിനെക്കുറിച്ച് അഭിപ്രായം ചോദിച്ചപ്പോൾ ഓരോ ഗ്രൂപ്പും ആദ്യം വായിച്ച വിവരണത്തിനനുസരിച്ചാണ് പ്രധാനമായും അഭിപ്രായം പറഞ്ഞത്. ആണോ? അതെ. ആദ്യം എക്സ്ട്രോവേർട്ട് എന്ന് വായിച്ചവർ അവനെ പൊതുവെ ഫ്രണ്ട്ലി ആയി കണ്ടു. മറ്റവർ ഇൻട്രോവേർട്ടായി. അപ്പോൾ ആ ആദ്യത്തെ ഇംപ്രഷൻ അത് പിന്നീട് കിട്ടുന്ന വിവരങ്ങളെ ഫിൽട്ടർ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. അപ്പൊ നമ്മളിങ്ങനെ കിട്ടുന്ന വിവരങ്ങൾ വെറുതെ കൂട്ടി ഒരു ആവറേജ് എടുക്കല്ല ചെയ്യുന്നത്. തുടക്കത്തിൽ അങ്ങനെ ചില മോഡലുകൾ ഉണ്ടായിരുന്നു. കോഗ്നിറ്റീവ് ആൾജിബ്ര എന്നൊക്കെ പറയും. കോഗ്നിറ്റീവ് ആൾജിബ്ര. അതെ. നമ്മൾ പോസിറ്റീവും നെഗറ്റീവുമായ കാര്യങ്ങൾ ഒരു കണക്ക് കൂട്ടുന്നത് പോലെ കൂട്ടി ഒരു ഓവറോൾ ഇംപ്രഷൻ ഉണ്ടാക്കുന്നു എന്ന്. എങ്ങനെയുള്ള മോഡലുകള്? ഒന്ന് ആഡിറ്റീവ് മോഡൽ. ഓരോ നല്ല ഗുണവും നമ്മുടെ മതിപ്പ് കൂട്ടിക്കൊണ്ടേയിരിക്കും. ബുദ്ധിമാൻ +3, കഠിനാധ്വാനി +3, മര്യാദക്കാരൻ +1. എല്ലാം കൂടി മതിപ്പ് കൂടും. ഓക്കെ. മറ്റൊന്ന് ആവറേജിംഗ് മോഡൽ. നമ്മൾ ഗുണങ്ങളുടെ ഒരു ശരാശരി എടുക്കുന്നു. അപ്പോൾ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ ബുദ്ധിമാനും +3, കഠിനാധ്വാനിയും +3 ആയ ഒരാളോട് മര്യാദക്കാരൻ +1 എന്നുകൂടി ചേർത്താൽ ശരാശരി ചിലപ്പോൾ ചെറുതായി കുറയാം. കാരണം +1 എന്നത് +3നേക്കാൾ കുറവാണല്ലോ. ഓ, അങ്ങനെ ചിന്തിച്ചിരുന്നു. പക്ഷേ റിയാലിറ്റി ഇതിലും കോംപ്ലിക്കേറ്റഡ് ആണ്. നമ്മൾ വെറും കാൽക്കുലേറ്റർ അല്ലല്ലോ. അല്ല. ചില ഇൻഫർമേഷന് നമ്മൾ കൂടുതൽ വെയിറ്റ് കൊടുക്കും. പ്രൈമസി ഇഫക്റ്റ് ഒരു ഉദാഹരണം. അതുപോലെ നെഗറ്റീവ് കാര്യങ്ങൾക്ക് ചിലപ്പോൾ പോസിറ്റീവിനേക്കാൾ ഇമ്പാക്റ്റ് ഉണ്ടാവാം. നെഗറ്റിവിറ്റി ബയാസ്. ശരിയാണ്. ഇതിനൊക്കെ പുറമെയാണ് നമ്മുടെ മനസ്സിലുള്ള സ്കീമുകളും പ്രോട്ടോടൈപ്പുകളും വരുന്നത്. സ്കീമുകൾ? അത് നമ്മൾ ലോകത്തെ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ചില മെന്റൽ ഫ്രെയിംവർക്കുകളല്ലേ? അതെ. വിവരങ്ങളെ ഓർഗനൈസ് ചെയ്യാനും ഓർക്കാനും പുതിയ സാഹചര്യങ്ങളെ മനസ്സിലാക്കാനുമൊക്കെ സഹായിക്കുന്ന ബ്ലൂ പ്രിന്റുകൾ പോലെ. ഇപ്പോ ഒരു ലൈബ്രേറിയൻ എന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ വരുന്ന ചിത്രം കണ്ണട വെച്ചു മിണ്ടാതെ, അതൊരു സ്കീമയാണോ? അത് വ്യക്തികളെക്കുറിച്ചുള്ള സ്കീമയാണ്. അതിനെ പ്രോട്ടോടൈപ്പ് എന്ന് പറയും. ഓക്കെ, പ്രോട്ടോടൈപ്പ്. ഈ സ്കീമകളും പ്രോട്ടോടൈപ്പുകളും അവ ചിന്തിക്കാനുള്ള എളുപ്പവഴികളാണ്. പക്ഷേ അവ പലപ്പോഴും മുൻവിധികളിലേക്കും തെറ്റായ നിഗമനങ്ങളിലേക്കും നയിക്കാം. അതെങ്ങനെയാണ്? ഉദാഹരണത്തിന് ഹാലോ ഇഫക്റ്റ്. ഹാലോ ഇഫക്റ്റ്. അതെ. ഒരാളിൽ നമ്മൾ ഒരു നല്ല ക്വാളിറ്റി കണ്ടു, ഭംഗി അല്ലെങ്കിൽ നന്നായി സംസാരിക്കും. അതുകൊണ്ട് മാത്രം അയാളുടെ മറ്റു ഗുണങ്ങളും ബുദ്ധി, സത്യസന്ധത ഒക്കെ നല്ലതാണെന്ന് നമ്മളങ്ങ് കരുതും. ആ ഒരൊറ്റ ഗുണം ഒരു ഹാലോ പോലെ ബാക്കിയുള്ളതിനെയും പോസിറ്റീവാക്കുന്നു. തിരിച്ചും സംഭവിക്കാമോ? തീർച്ചയായും. നെഗറ്റീവ് ഹാലോ ഇഫക്റ്റ് അല്ലെങ്കിൽ ഹോൺ ഇഫക്റ്റ് എന്നും പറയും. ഒരു മോശം കാര്യം കണ്ടാൽ ബാക്കിയെല്ലാം മോശമായി തോന്നാം. ഓഹോ. അതുപോലെ പേഴ്സൺ പോസിറ്റിവിറ്റി ബയാസ് എന്നൊന്നുണ്ട്. നമ്മൾ വ്യക്തികളെ ഗ്രൂപ്പുകളെക്കാളും സാധനങ്ങളെക്കാളും കുറച്ചുകൂടി പോസിറ്റീവായിട്ട് കാണാനൊരു ടെൻഡൻസി. ശരി. അപ്പോൾ ഇതെല്ലാം കാണിക്കുന്നതെന്താ? നമ്മൾ വെറുതെ ഇൻഫർമേഷൻ കൂട്ടിയ ഒരു ആവറേജ് എടുക്കുകയല്ല. നമ്മുടെ കയ്യിലുള്ള സ്കീമകൾ, ഇൻഫർമേഷൻ കിട്ടുന്ന ഓർഡർ, ചില കാര്യങ്ങൾക്ക് നമ്മൾ കൊടുക്കുന്ന പ്രത്യേക ഊന്നൽ, ഇതെല്ലാം നമ്മളുടെ ജഡ്ജ്മെന്റിനെ സ്വാധീനിക്കുന്നുണ്ട്. അതാണ് ആ സിമ്പിൾ കോഗ്നിറ്റീവ് ആൾജിബ്ര മോഡലുകൾക്കപ്പുറം പോകുന്നത്. ശരിയാണ്. വളരെ കോംപ്ലക്സ് ആയൊരു പ്രോസസ്സ് തന്നെ. ഈ തിയറികളൊക്കെ കൊള്ളാം. പക്ഷെ റിയൽ ലൈഫിൽ, ഇപ്പോൾ എഡ്യൂക്കേഷൻ ഫീൽഡിൽ ഇതിന് വല്ല പ്രസക്തിയോ ഉണ്ടോ? ഓ, തീർച്ചയായും. വെയ്നറുടെ ആ മോഡൽ അത് എഡ്യൂക്കേഷൻ സൈക്കോളജിയിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതെങ്ങനെ? ഒരു കുട്ടി പരീക്ഷയിൽ ജയിക്കുമ്പോഴോ തോൽക്കുമ്പോഴോ അതിന് എന്ത് കാരണം പറയുന്നു എന്നുള്ളത് ആ കുട്ടിയുടെ പിന്നീടുള്ള പഠനത്തെയും മോട്ടിവേഷനെയും നന്നായി ബാധിക്കും. ഉദാഹരണത്തിന്, മടുപ്പ് തോന്നും. അതെ, ഒരു തരം നിസ്സഹായത വരും. ലേൺഡ് ഹെൽപ്ലെസ്നെസ് എന്ന് പറയും. ഞാൻ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നൊരു ചിന്ത. അത് പിന്നെ ശ്രമിക്കാതിരിക്കാൻ പ്രേരിപ്പിക്കും. ഓ, അത് കഷ്ടമാണല്ലോ. അപ്പോ ഏത് തരം ആട്രിബ്യൂഷനാണ് നല്ലത്? പരാജയത്തിന് കാരണം ഞാൻ വേണ്ടത്ര ശ്രമിച്ചില്ല, എഫേർട്ട്, ഇന്റേണൽ, അൺസ്റ്റേബിൾ, കൺട്രോളബിൾ എന്ന് വിശ്വസിക്കുന്നത് കൂടുതൽ ഹെൽത്തിയാണ്. കാരണം അത് മാറ്റാൻ പറ്റുന്ന കാര്യമാണല്ലോ. അതെ, പരിശ്രമം നമ്മുടെ കയ്യിലാണ്. അത് അടുത്ത തവണ കൂടുതൽ നന്നായി ശ്രമിക്കാൻ ഒരു മോട്ടിവേഷൻ കൊടുക്കും. അതുപോലെ വിജയം കഴിവുകൊണ്ട് മാത്രമല്ല, പരിശ്രമം കൊണ്ടുകൂടിയാണെന്ന് മനസ്സിലാക്കുന്നതും നല്ലതാണ്. ശരി. ഇതിൽ ശ്രദ്ധിക്കേണ്ട വേറെന്തെങ്കിലുമുണ്ടോ? ഒരു കാര്യം കൂടിയുണ്ട്.
സെൽഫ് ഹാൻഡിക്യാപ്പിംഗ്. സെൽഫ് ഹാൻഡിക്യാപ്പ്. ചിലപ്പോൾ കുട്ടികൾക്ക് തോന്നും ഞാൻ ഈ പരീക്ഷ തോൽക്കുമെന്ന്. അപ്പോ അവർ മനഃപൂർവ്വം ചില തടസ്സങ്ങളുണ്ടാക്കും. എന്തിന്? പരീക്ഷയുടെ തലേന്ന് സിനിമയ്ക്ക് പോവുക, അല്ലെങ്കിൽ തീരെ പഠിക്കാതിരിക്കുക. എന്നിട്ട് തോറ്റാ പറയാം, ഞാൻ പഠിക്കാത്തതുകൊണ്ടാണ് തോറ്റത്, കഴിവില്ലാഞ്ഞിട്ടല്ല എന്ന്. ഓ, സ്വയം ഒരു എക്സ്ക്യൂസ് ഉണ്ടാക്കുകയാണോ? അതെ, തൽക്കാലത്തേക്ക് സെൽഫ് എസ്റ്റീം രക്ഷപ്പെടും. പക്ഷെ ലോങ് റണ്ണിൽ അത് പഠനത്തെ ബാധിക്കും. അതുകൊണ്ട് ടീച്ചർമാരും പേരൻസും കുട്ടികൾ എന്ത് കാരണം പറയുന്നു ശ്രദ്ധിക്കണം. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ശരി, അപ്പോ മറ്റുള്ളവരെ നമ്മൾ എങ്ങനെ കാണുന്നു, എഡ്യൂക്കേഷനിൽ ഇതെങ്ങനെ വരുന്നു എന്നൊക്കെ നമ്മൾ കണ്ടു. ഇനി നമ്മളെ തന്നെ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അതിനും ചില തിയറികളുണ്ട്. നമ്മുടെ കഴിവിനെക്കുറിച്ചും അഭിപ്രായങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്ക് എങ്ങനെയാണ് ഒരു ധാരണ കിട്ടുന്നത്? ഒരു പ്രധാന വഴി ലിയോൺ ഫെസ്റ്റിംഗറുടെ സോഷ്യൽ കമ്പാരിസൺ തിയറിയാണ്. സോഷ്യൽ കമ്പാരിസൺ, സാമൂഹിക താരതമ്യം. അതെ, നമുക്ക് നമ്മുടെ കഴിവിനെക്കുറിച്ചോ അഭിപ്രായത്തെക്കുറിച്ചോ വ്യക്തമായൊരു അളവുകോലില്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യും? മറ്റുള്ളവരെ നോക്കും. അതെ, നമ്മൾ മറ്റുള്ളവരുമായി നമ്മളെ തന്നെ താരതമ്യം ചെയ്യും. ഞാനൊരു നല്ല പാട്ടുകാരനാണോ എന്ന് സംശയമുണ്ടെങ്കിൽ എന്നേക്കാൾ നന്നായി പാടുന്നവരെയും മോശമായി പാടുന്നവരെയും നോക്കി നമ്മളൊരു നിഗമനത്തിലെത്തും. ശരിയാണ്, താരതമ്യം ചെയ്യാതെ നമുക്കൊരു നിലനിൽപ്പില്ലല്ലോ. ഒരു പരിധിവരെ. വേറെ വഴിയില്ലെങ്കിൽ നമ്മൾ അതാണ് ചെയ്യുക. ഓക്കെ, ഇനി വേറെന്തെങ്കിലും വഴിയുണ്ടോ നമ്മളെ മനസ്സിലാക്കാൻ? നമ്മുടെ ഉള്ളിലേക്ക് നോക്കിയിട്ടാണോ നമ്മൾ ഇഷ്ടങ്ങളൊക്കെ അറിയുന്നത്? എല്ലായ്പ്പോഴുമല്ല. അവിടെയാണ് ഡാരിൽ ബമ്മിന്റെ സെൽഫ് പെർസെപ്ഷൻ തിയറി വരുന്നത്. സെൽഫ് പെർസെപ്ഷൻ, സ്വയം മനസ്സിലാക്കൽ. അതെ, ഇത് പറയുന്നത് നമ്മുടെ ഉള്ളിലെ ഫീലിംഗ്സ് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ്സ് അവ എത്ര സ്ട്രോങ് അല്ലെങ്കിൽ നമുക്കതിനെക്കുറിച്ച് ഉറപ്പില്ലെങ്കിൽ നമ്മൾ നമ്മുടെ സ്വന്തം പെരുമാറ്റത്തെ നോക്കിയിട്ടാണ് അത് മനസ്സിലാക്കുന്നത്. ഒരു പുറത്തുനിന്നുള്ള ആൾ നമ്മളെ നോക്കി എന്തു പറയുമോ അതുപോലെ നമ്മൾ നമ്മുടെ തന്നെ നോക്കി പറയും. എനിക്ക് അത്ര ക്ലിയർ ആയില്ല, ഒരു ഉദാഹരണം പറയാമോ? പറയാം. നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ഒരുപാട് ചിരിക്കുന്നു, തമാശ പറയുന്നു. ഓക്കേ. സംസാരം കഴിഞ്ഞ് നിങ്ങൾ ആലോചിക്കുകയാണ്, എനിക്ക് അയാളെ ഇഷ്ടപ്പെട്ടോ? ഉള്ളിലൊരു ഉറപ്പില്ല. അപ്പോൾ ബെമ്മിന്റെ തിയറി അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ പെരുമാറ്റം നോക്കും. ഞാൻ ഒരുപാട് ചിരിച്ചല്ലോ, അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഓ, പെരുമാറ്റം വെച്ച് നമ്മൾ നമ്മുടെ ഫീലിംഗ്സിനെ മനസ്സിലാക്കുന്നു. അതെ, പ്രത്യേകിച്ച് ആ ഫീലിംഗ്സ് അവ്യക്തമായിരിക്കുമ്പോൾ. ഞാൻ എപ്പോഴും സൈക്കോളജി ബുക്ക് വായിക്കുന്നു, അപ്പോൾ എനിക്ക് സൈക്കോളജി ഇഷ്ടമായിരിക്കണം എന്ന് കരുതുന്നതും ഇതുപോലെയാണ്. ഇപ്പൊ മനസ്സിലായി. പക്ഷേ ഫെസ്റ്റിംഗറുടെ തന്നെ കോഗ്നിറ്റീവ് ഡിസോണൻസ് തിയറി ഉണ്ടല്ലോ. അതും ഈ ആറ്റിറ്റ്യൂഡും ബിഹേവിയറും തമ്മിലുള്ള ബന്ധമല്ലേ? അതും ഇതും തമ്മിൽ എന്താണ് വ്യത്യാസം? നല്ല ചോദ്യം. രണ്ടും ബന്ധം പറയുന്നുണ്ടെങ്കിലും സാഹചര്യങ്ങൾ വ്യത്യാസമുണ്ട്. അതെങ്ങനെ? കോഗ്നിറ്റീവ് ഡിസോണൻസ് വരുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ, നമുക്ക് വ്യക്തമായ ഒരു സ്ട്രോങ് ആറ്റിറ്റ്യൂഡുണ്ട്. ഓക്കെ. പക്ഷേ നമ്മൾ അതിന് വിരുദ്ധമായി പെരുമാറുന്നു. അപ്പം നമുക്കൊരു അസ്വസ്ഥത, ഒരു ടെൻഷൻ ഉണ്ടാവും. അതാണ് ഡിസോണൻസ്. ഉദാഹരണം? പുകവലി മോശമാണെന്ന് നന്നായി അറിയുന്നൊരാൾ, സ്ട്രോങ് ആറ്റിറ്റ്യൂഡ്. പുകവലിച്ചാൽ കോൺഫ്ലിക്റ്റിംഗ് ബിഹേവിയർ, അയാൾക്ക് ഡിസോണൻസ് തോന്നും. അപ്പോ എന്തു ചെയ്യും? ആ ടെൻഷൻ കുറയ്ക്കാൻ ഒന്നുകിൽ സ്വയം ന്യായീകരിക്കും, അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് മാറ്റും. പുകവലി അത്ര കുഴപ്പമില്ല എന്ന് ചിന്തിക്കാൻ തുടങ്ങും. ഇവിടെ നിലവിലുള്ള ഒരു സ്ട്രോങ് ആറ്റിറ്റ്യൂഡിലെ മാറ്റമാണ് പ്രധാനം. ശരി. എന്നാൽ സെൽഫ് പെർസെപ്ഷൻ തിയറി എപ്പോഴാ വരുന്നത്? നമുക്ക് അത്ര സ്ട്രോങ് ആയ ഒരു ആറ്റിറ്റ്യൂഡ് ഇല്ലാത്തപ്പോൾ. നമ്മുടെ ഉള്ളിലെ സിഗ്നൽ വീക്കാണ്. അപ്പോൾ നമ്മൾ പുറമേയുള്ള നമ്മുടെ പെരുമാറ്റത്തെ നോക്കി നമ്മുടെ ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കിയെടുക്കുന്നു, അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്നു. അവിടെ ഡിസോണൻസ് പോലെ ഒരു ടെൻഷന്റെ ആവശ്യമില്ല. ഓക്കെ. അപ്പോൾ ഡിസോണൻസ് ആറ്റിറ്റ്യൂഡ് ചേഞ്ചിനെ കുറിച്ചാണ്, സെൽഫ് പെർസെപ്ഷൻ ആറ്റിറ്റ്യൂഡ് ഫോർമേഷനെ കുറിച്ചാണ്, അല്ലേ? അതെ, ലളിതമായി പറഞ്ഞാൽ അങ്ങനെ പറയാം. രണ്ടും വ്യത്യസ്ത സാഹചര്യങ്ങളിലാണ് നടക്കുന്നത്. വളരെ വ്യക്തമായി. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ആഴത്തിലുള്ള ചർച്ചയിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടു. നമ്മൾ എപ്പോഴും ബോധപൂർവമോ അല്ലാതെയോ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾക്ക്, നമ്മുടെയും മറ്റുള്ളവരുടെയും പെരുമാറ്റങ്ങൾക്ക് കാരണം തേടിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ചിലപ്പോ നമ്മൾ കെല്ലി പറഞ്ഞ പോലെ ലോജിക്കലായി ചിന്തിക്കാൻ ശ്രമിക്കും. പക്ഷേ പലപ്പോഴും നമ്മൾ എളുപ്പവഴികളും ചില മുൻവിധികളും പിഴവുകളുമൊക്കെ ഉപയോഗിക്കും. FAE, ആക്ടർ ഒബ്സർവർ ബയാസ്, സെൽഫ് സെർവിംഗ് ബയാസ്, പ്രൈമസി ഇഫക്റ്റ്, അങ്ങനെ പലതും. അതെ, ഈ കാരണങ്ങൾ കണ്ടെത്തുന്നത് നമ്മുടെ വികാരങ്ങളെ, പ്രതീക്ഷകളെ, പഠനത്തെ, നമ്മുടെ ബന്ധങ്ങളെയൊക്കെ എത്രമാത്രം സ്വാധീനിക്കുന്നുവെന്നും നമ്മൾ കണ്ടു. ശരിയാണ്. അപ്പോൾ ഇത് കേൾക്കുന്ന നിങ്ങൾക്ക്
ഈ അറിവ് എങ്ങനെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇത് കേട്ടപ്പോൾ എന്താണ് തോന്നുന്നത്? അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടി പറയാം. നമ്മൾ ഈ പറഞ്ഞ ബയസുകളും തെറ്റുകളും ഒക്കെ അതൊക്കെ മനുഷ്യസഹജമാണ്. നമ്മളെല്ലാവരും അതിലേക്ക് വീഴാൻ സാധ്യതയുണ്ട്. ശരിയാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് ഇങ്ങനെ അറിയുന്നത് തന്നെ, ഒരു അവബോധം ഉണ്ടാക്കുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ്. ഉം, ഒരു പക്ഷേ അടുത്ത തവണ നിങ്ങൾ ഒരാളുടെ പെരുമാറ്റത്തെ പെട്ടെന്ന് ജഡ്ജ് ചെയ്യാൻ പോകുമ്പോൾ ഒരു നിമിഷം നിർത്തി ആലോചിക്കാൻ ഇത് സഹായിച്ചേക്കും. ഇതിന് വേറെ വല്ല കാരണവും ഉണ്ടാകുമോ എന്ന്. അതെ, ഞാൻ കാണാത്ത എന്തെങ്കിലും സാഹചര്യം ഇതിന് പിന്നിലുണ്ടാകുമോ എന്ന് സ്വയം ചോദിക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ പ്രതികരണങ്ങളെ കുറച്ചുകൂടി നീതിയുക്തമാക്കാൻ സഹായിക്കും. ശരിയാണ്. നിങ്ങളുടെ സ്വന്തം ചിന്താരീതികളെ, നിങ്ങൾ സാധാരണ നിങ്ങൾക്കും മറ്റുള്ളവർക്കും കൊടുക്കുന്ന കാരണങ്ങളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അതൊരു നല്ല തുടക്കമായിരിക്കും. മറ്റുള്ളവരെ കുറച്ചുകൂടി മനസ്സിലാക്കാൻ ഒരുപക്ഷെ ഇത് സഹായിച്ചേക്കും.